സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നതും എന്നാൽ ഇന്ന് പലരുടെയും പ്രിയപ്പെട്ടവളുമായ ഒരാളാണ് നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യയും ബിഗ് ബോസ് താരവുമായ രേണു സുധി. രേണുവിനെ അറിയാത്ത മലയാളികൾ ഇന്ന് കുറവായിരിക്കും. ഒരു സമയത്ത് രേണുവിനെ കുറിച്ച് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം രേണു വളരെ നല്ല രീതിക്കാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അടുത്തായി പൊന്തി വന്ന ഒരു വാദമാണ് രേണു അബോർഷൻ ചെയ്തു എന്നത്. സുധിയുടെ മരണശേഷമായിരുന്നു അബോർഷൻ എന്ന രീതിയിലും പല പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതിനോടെല്ലാം പ്രതികരിക്കുകയാണ് രേണു. ഒരു യൂട്യൂബ് ചാനലിന്റെ ചോദ്യത്തോടായിരുന്നു അവരുടെ പ്രതികരണം. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ഉണ്ടാകുമെന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഞാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആകും എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അബോർഷൻ ആകുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ക്യാപ്ഷന്റെ പ്രശ്നമാണ്. ഞാൻ എങ്ങനെ പറയുമോ? ഞാനും ഒരമ്മയല്ലേ. മകൻ ഋതപ്പനുണ്ടാകുന്നതിനു മുമ്പ് 6 മാസം മുൻപാണ് എനിക്കൊരു അബോർഷൻ ഉണ്ടായത്. കുഞ്ഞിന് ഹേർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. വയറ്റിൽ കിടന്ന് തന്നെ കുഞ്ഞു മരിച്ചു. സുധിച്ചേട്ടനും കിച്ചും അന്ന് പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് സുധിച്ചേട്ടൻ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മാനസികമായി ഒത്തിരി തളർന്നുപോയ സമയമായിരുന്നു. ലക്ഷ്മിപ്രിയ ചേച്ചിയൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷമാണ് ഋതപ്പനുണ്ടാകുന്നത്. അതിന് എന്തൊക്കെ കമന്റുകളാണ് വരുന്നത്? എന്താ പ്രതികരിക്കാത്തതെന്ന് കുറെ പേർ ചോദിക്കുന്നു. ഞാൻ എന്തിനു പ്രതികരിക്കണം? എൻ്റെ മൂത്ത മോനും വീട്ടുകാരും എനിക്കൊപ്പമുണ്ട്. വേറെ ആരെ ബോധിപ്പിക്കാനാണ്? രേണുവിന്റെ ഈ മറുപടി വളരെ കൃത്യവും വ്യക്തവുമാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരെ ചർച്ചകൾ ഉയരുന്നുണ്ട്.